Hey lovelies, നമ്മുടെ അലമാരിയിലെ ഏറ്റവും വെർസറ്റൈലും ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളതാണ് ജീൻസ്. ജീൻസിൽ സ്റ്റൈലിഷ് ആവാൻ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഇത് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഈ ഒരു ലുക്കിൽ നിന്നും ഈ ഒരു ലുക്കിലേക്ക് മാറാൻ എനിക്ക് സാധിച്ചത്. അതുകൊണ്ട് തന്നെ സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാല്ലേ. അപ്പോൾ ആദ്യം നമ്മുടെ ജീൻസിന്റെ ടൈപ്സും റൈസുകളെ കുറിച്ചിട്ട് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഉണ്ടാവണം. അതിൽ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആവുന്ന അത് നിങ്ങൾ ചൂസ് ചെയ്യണം, ഇട്ട് നോക്കണം, എക്സ്പെരിമെന്റ് ചെയ്യണം എന്നത് തന്നെയാണ്. കാരണം ജീൻസ് 1-2 ടൈപ്സ് മാത്രമല്ല, അതുക്കും മേലെ അല്ലേ. ഇപ്പൊ ബൂട്ട് കട്ട്, ഫ്ലയേർഡ്, അതുപോലെ തന്നെ ഡിസ്ട്രസ്ഡ്, അങ്ങനെ ഒരുപാട് ജീൻസിന്റെ ടൈപ്സ് ഉണ്ട്. ഇതുപോലെ ഒരുപാടെണ്ണം ഉണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്താൽ മതി, നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ജീൻസിൻ്റെ പല പല ടൈപ്സിൽ നമ്മൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആകുന്നത് നമ്മൾ കണ്ടുപിടിച്ചിട്ട് എക്സ്പെരിമെൻറ്റ് ചെയ്ത് കണ്ടുപിടിക്കണം. ഓക്കെ, അത് കൊള്ളാലോ ജീൻസ്, അതങ്ങ് വാങ്ങിച്ചാലോ എന്ന് വെച്ചിട്ട് നമ്മൾ വാങ്ങിച്ചെടുത്തിട്ട് പോകും കടയിലൊക്കെ കയറിയിട്ട്. പക്ഷെ അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മൾ ഇട്ട് നോക്കിയിട്ട് ആ ഒരു ജീൻസ് നമ്മുടെ ബോഡി ടൈപ്പായിട്ട് മാച്ച് ആവണമെന്ന് അറ്റ്ലീസ്റ്റ് ഒന്ന് നോക്കിയാൽ നല്ലതായിരിക്കും. ഈ ഒരു ജീൻസിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു ജീൻസാണ്. കാരണം എന്താ, വർഷങ്ങളായിട്ട് ഞാനത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് യാതൊരു വിധത്തിലുള്ളൊരു ഡിഫറൻസ് എനിക്ക് കാണാൻ സാധിച്ചില്ല. പക്ഷേ ഇത് ഞാൻ കളഞ്ഞില്ല. എന്ത് ചെയ്തു, കുർത്തിയുടെ കൂടെ ഞാൻ ഇടാൻ നോക്കി. ചുരിദാർ പോലെ നമുക്ക് ജീൻസ് ആക്കി ഇട്ടൂടെ. ഈ ജീൻസാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ജീൻസ്. അപ്പോൾ ഇനി നിങ്ങളുടെ മനസ്സിൽ ഉദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്താണ് റൈസ് അല്ലേ? റൈസ് അല്ല, റൈസ്. ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ഒരു ലെങ്ത്തിനെയാണ്, ആ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ റൈസ് എന്ന് പറയുന്നത്. സോ എല്ലാ ജീൻസും ഹൈ റൈസ് ആവണമെന്നോ മിഡ് റൈസ് ആവണമെന്നോ ഇല്ല. ചിലത് ലോ റൈസ് ആയിട്ടുള്ള ജീൻസുകളായിരിക്കും. നിങ്ങളത് ഇട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഈ ഒരു പാൻസിനേക്കാളും മുകളിൽ കയറ്റാൻ പറ്റില്ല, ഇത് മിഡ് റൈസ് ആണ്. ഇത് ഹൈ റൈസ് ആക്കാൻ പറ്റില്ല. കാരണം എന്താ, ആ ഒരു ഡിസ്റ്റൻസ് അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത്, ഹൈ റൈസ് ആവശ്യമുള്ള ആളുകൾ അങ്ങനത്തെ ജീൻസുകൾ നോക്കിയിട്ട് ആ ഒരു ഡിസ്റ്റൻസ് നോക്കിയിട്ട് വേണം വാങ്ങിക്കാൻ. ഓക്കെ, സോ റൈസുകൾ 3 ടൈപ്പ് ഉണ്ട്: ലോ റൈസ്, മിഡ് റൈസ് ആൻഡ് ഹൈ റൈസ്. അപ്പോൾ ഇതിലേതാണ് നിങ്ങൾക്ക് മാച്ച് ആവണത് എന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ ചൂസ് ചെയ്യാൻ. അല്ലാണ്ട് ഞാൻ മിഡ് റൈസ് ഇട്ടു, നിങ്ങളും കയറി മിഡ് റൈസ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അത്ര സ്റ്റൈലിഷ് ആവണമെന്നില്ല. ഞാൻ കയറി ഹൈ റൈസ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്ര നല്ല സ്റ്റൈലിഷ് ആവണമെന്നില്ല. അതൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ അതനുസരിച്ചിട്ട് ചൂസ് ചെയ്യാനായാലും ഇട്ട് നോക്കാനായാലും. രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, എന്തിനോടൊപ്പമാണ് നിങ്ങൾ ഈ ഒരു ജീൻസ് പെയർ ചെയ്യുന്നത്. ഷോർട്ട് കുർത്തീസ് ആകാം, ടീഷർട്ട് ആകാം, ഷർട്ട്, സ്വെറ്റ് ഷർട്ട്, അല്ലെങ്കിൽ ലോങ് കുർത്താസിൻ്റെ കൂടെ ആകാം. സോ ഈ 2 ജീൻസുകൾ ഞാൻ കുർത്താസിൻ്റെ കൂടെയാണ് സ്റ്റൈൽ ചെയ്യുന്നത്. കുറച്ചും കൂടി ഇങ്ങനെ ചുരുങ്ങി കിടക്കുന്ന രീതിയിലുള്ളത്. കാരണം മറ്റേത് ഞാൻ അങ്ങനെ ജീൻസിൻ്റെ കുർത്തിയുടെ കൂടെ അങ്ങനെ സ്റ്റൈൽ ചെയ്യാറില്ല. കാരണം എന്താ, അതിനതിനായിട്ടുള്ള ഒരു ഭംഗി ചിലപ്പോൾ കിട്ടണമെന്നില്ല. അപ്പോൾ നിങ്ങൾ എന്തിനോടൊപ്പമാണ് ഈ ഒരു ജീൻസ് സ്റ്റൈൽ ചെയ്യുന്നു എന്നതിലും കാര്യമുണ്ട്. സോ ജീൻസിൻ്റെ കൂടെ നമ്മൾ ആക്സസറൈസ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് ആക്സസറൈസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ജീൻസിൻ്റെ ലെവൽ തന്നെ മാറിപ്പോവും. യെസ്. അപ്പോൾ നമുക്ക് ഷൂസ് ആയാലും ചെരുപ്പുകളായാലും എന്തൊക്കെ തന്നെ ആയാലും ആ ഒരു ജീൻസിന് അത് മാച്ച് ആവണുണ്ടോ എന്നൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വേണം പിന്നെ നിങ്ങൾ പ്രൊസീഡ് ചെയ്യാൻ. അപ്പോൾ അതും സ്റ്റൈലിഷ് ആവാനുള്ള ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇറ്റ്സ് ടു പ്രോപ്പർലി ആക്സസറൈസ് യുവർ ജീൻസ്. ഷൂസ് കാര്യം മാത്രമല്ല, ഇപ്പോൾ നമ്മൾ എടുക്കുന്ന ചെയിൻസ് ആയാലും ബ്രേസ്ലെറ്റ് ആയാലും സ്കാർഫ് ആയാലും അതൊക്കെ എല്ലാം അതിൻ്റെ കൂടെ തന്നെ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റൈലിഷ് ആവാം. ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് പഠിക്കാനോ അല്ല, നിങ്ങൾക്ക് കാണാം. ഓക്കെ, അയ്യോ വയ്യാണ്ടായി. അതാണേ. അപ്പോൾ ടിൽ ദെൻ സ്റ്റേ കണക്റ്റഡ്.